ഓക്കെ, അപ്പം നമ്മളിന്ന് എഞ്ചിനീയറിംഗിൻ്റെ തേർഡ് സെമസ്റ്റർ 2019 സ്കീമാണ് നിങ്ങളെ 2019 സ്കീം. അതായത് നിങ്ങൾ ജോയിൻ ചെയ്ത വർഷം നിങ്ങളുടെ ആ സിലബസ് സ്റ്റാർട്ട് ചെയ്തത് 2019 അതായത് ആദ്യം നമ്മൾ KTU സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ സ്കീം 2015 എന്ന് പറഞ്ഞ സ്കീമായിരുന്നു. 2015 തോന്നുന്നു ഈ KTU എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതായിരുന്നു പണ്ടത്തെ സിലബസ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ സിലബസിൽ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ടഫായിരുന്നു. ഒരുപാട് മിക്ക ആൾക്കാരും സപ്ലി കിട്ടി, എന്താ പറയുക, എന്ന് ഫുള്ള് ഇയർ ഔട്ടാണ്. അത് ഇയർ ഔട്ട് എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്ന കേരളത്തിൽ കൊണ്ടുവന്ന സമയമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ മുതലേ പിള്ളേർക്ക് മാത്സ് ഭ്രാന്തായി തുടങ്ങി, കണ്ടിട്ട് പഠിച്ചു പഠിച്ചിട്ട്. അങ്ങനെ എല്ലാവരും ഫസ്റ്റ് ഇയർ പോവും, ജോയിൻ ആവും, എന്നിട്ട് ഇയർ ഔട്ട് ആവും, കുറേ സപ്ലി പഠിച്ച് കൂട്ടും, എന്നിട്ട് ഇയർ ഔട്ട് ആവും, എന്നിട്ട് നേരെ BBA കോഴ്സിലോ അല്ലെങ്കിൽ BCom അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ BBA പഠിക്കാനുള്ള ഒരു എക്സ്ട്രാ ആദ്യം ചെയ്യുന്ന ഒരു കോഴ്സ് പോലെ ആയിരുന്നു നമ്മുടെ ഈ ഫസ്റ്റ് സെമസ്റ്റർ ഉണ്ടായിരുന്നത്. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് മാത്സ് ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ എന്താ ചെയ്ത് വെച്ചിട്ട് മാത്സിൽ 2019 സ്കീം വന്നപ്പോൾ 4 വർഷം കഴിഞ്ഞപ്പോൾ അവർ ആ മാത്സിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഫസ്റ്റ് സെമ്മ് തന്നെ ഭയങ്കര ടഫായിരുന്നു. അത് ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്ന ടഫായിട്ടുള്ള ടോപ്പിക്ക് കുറച്ച് എടുത്ത് മാറ്റിയിട്ട് അവിടെ കുറച്ച് ഈസി ആയിട്ടുള്ള, എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കുന്ന ഫസ്റ്റ് സെമ്മിൽ ഈസി ആയിട്ടുള്ള ടോപ്പിക്ക് മെട്രിക്സ് ആണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ കൊണ്ടുവന്നത്. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ മെട്രിക്സ് ഉണ്ടായിരുന്നു. ആ മെട്രിക്സ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടിയത് തേർഡ് സെമ്മിലായിരുന്നു. തേർഡ് സെമ്മിൽ പഠിച്ചിരിക്കേണ്ട മെട്രിക്സിനെയാണ് എടുത്തിട്ട് എന്ത് ചെയ്തത്, ഫസ്റ്റ് സെമ്മിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് സെം ഈസിയായി, പക്ഷേ തേർഡ് സെം എന്തായി മാറി? തേർഡ് സെം കുറച്ച് കഷ്ടമായി മാറി. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് സെമസ്റ്ററിലെ മാത്സ് ആണ്. കഴിഞ്ഞ വർഷം വരെ വളരെ സിമ്പിളായിട്ട് ജയിച്ച് പോയിരുന്ന ഒരു പേപ്പറായിരുന്നു തേർഡ് സെമ്മിലെ ലാക്ക എന്ന് പറഞ്ഞ പേപ്പർ. ലാക്ക എന്ന് പറഞ്ഞാൽ ലീനിയർ ഓൾജിബ്ര ആൻഡ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ പേപ്പറാണ്. അതിൽ ലീനിയർ ഓൾജിബ്ര എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മുടെ മെട്രിക്സ്. ആ മെട്രിക്സിനെ എടുത്ത് കളഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, അവിടേക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഉണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്ക്, അതായത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഓക്കെ, ആ ടോപ്പിക്കിനെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ സിലബസിലുള്ള ഒന്നാമത്തെ മോഡ്യൂളായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഫസ്റ്റ് മോഡ്യൂൾ എന്താണ്? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിന് ചുരുക്കിയിട്ട് PDE എന്ന് വിളിക്കും, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലുള്ളത്. ഓക്കെ, പക്ഷെ അത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് പഠിച്ചേക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ഒരു കുറവുണ്ട്. 3 ദിവസം കൊണ്ട് എങ്ങനെ പഠിക്കാമെന്നാണ് നമുക്ക് നോക്കാം. അതിൽ വരാവുന്ന നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് എടുക്കുന്നത്. രണ്ടാമത്തെ മോഡ്യൂള് അതിൻ്റെ അപ്ലിക്കേഷനാണ്, ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻ. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് PDEയുടെ അപ്ലിക്കേഷനാണ്. അതും ശരിക്കും പറഞ്ഞാൽ 1.5 യൂണിറ്റ് ആണ് കേട്ടോ. അതിൽ എന്തുണ്ട്? അതിൽ 2 വെറൈറ്റി സാധനങ്ങളുണ്ട്. അതായത് വേവിക്കേഷൻ, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്ന സമയത്ത്, അന്നാണ് ഞാൻ പണ്ട് ട്യൂഷൻ എടുത്ത് തുടങ്ങിയത്. ഞാൻ 2006 ട്യൂഷൻ എടുക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യം എടുത്ത് തുടങ്ങിയത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പണ്ടത്തെ 4th സെമ്മിൽ വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്ലി അടിക്കുന്ന ഒരു പേപ്പറാണ് ഈ 4th സെമ്മിൽ ഉണ്ടായിരുന്നത്. അവർക്കുള്ള ടോപ്പിക്കാണ് ഇത്, നമ്മുടെ വേവിക്കേഷൻ ആൻഡ് ഹീറ്റിക്കേഷൻ. അപ്പോൾ പണ്ട് നിങ്ങളുടെ സീനിയേഴ്സോ അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞവരുണ്ടെന്ന് ചോദിച്ചാൽ അവർ പറയും ആരാണ് വേവിക്കേഷൻ എന്നും ആരാണ് ഹീറ്റിക്കേഷൻ എന്നും അവർ പറഞ്ഞു തരും കേട്ടോ. കാരണം അത്രയും അവർ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു യൂണിറ്റാണ്. അത് ഇപ്രാവശ്യം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലെ യൂണിറ്റ് ഉണ്ടായിരുന്നു ഈ അപ്ലിക്കേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് വേവിക്കേഷനെ കുറിച്ചും ഹീറ്റിക്കേഷനെ കുറിച്ചുമാണ് പറയുന്നത്. അതിൽ കുറച്ച് പ്ലസ് പോയിന്റ് നമുക്ക് ജയിക്കാൻ പറ്റുന്നുള്ള കാര്യം എന്താണെന്നറിയോ? ആ ക്വസ്റ്റ്യനൊക്കെ SI ക്വസ്റ്റ്യനാണ്. ഒരു 1.5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് വേവിക്കേഷൻ്റെ തിയറി ചോദിക്കാം, അത് ഒരിക്കൽ പഠിച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു 3-4 പ്രാവശ്യം ആ ഡെറിവേഷൻ എഴുതി പഠിക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, ഡിറൈവ് വേവിക്കേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ അതിൻ്റെ തിയറി ഞാൻ അയച്ചു തരാം. ആ തിയറി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അതിങ്ങനെ ബൈഹാർട്ട് ചെയ്താൽ മതി. ബൈഹാർട്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ കോപ്പടിക്കാൻ തുണ്ട് വയ്ക്കലായിട്ട് പറഞ്ഞത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ഇയർ ഔട്ടായി പോകും. അതൊന്നും ചെയ്യേണ്ടത് ഒരിക്കൽ നിങ്ങളത് നോക്കിയിട്ട് എഴുതുക, ഒരു പ്രാവശ്യം എഴുതുക, വീണ്ടും ഒരു പ്രാവശ്യം കൂടി എഴുതുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം എഴുതുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ മെമ്മറിയിൽ അത് കയറി കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെ ഡെറിവേഷൻ ഓഫ് വേവിക്കേഷൻ പഠിക്കണം. അതുപോലെ തന്നെ അവിടെ 5 ഡെറിവേഷൻ പഠിക്കാനുണ്ട്. ഡെറിവേഷൻ ഓഫ് വേവിക്കേഷൻ, ഡെറിവേഷൻ ഓഫ് ഹീറ്റിക്കേഷൻ,
അതായത് വേവിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു, ഹീറ്റിക്കേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു അത് പഠിക്കണം. അതിനുശേഷം സൊല്യൂഷൻ ഓഫ് വേവിക്കേഷൻ സൊല്യൂഷൻ കാണാൻ ഒരു മെത്തേഡ് ഉണ്ട്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ സൊല്യൂഷൻ കാണാൻ പഠിക്കണം. അതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് ഹീറ്റിക്കേഷൻ പഠിക്കണം. പിന്നെ ഒരു ഡി അലംബേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് കൂടിയുണ്ട്. അങ്ങനെ 5 ഡെറിവേഷൻ ഉണ്ട്. ആ 5 ഡെറിവേഷൻ നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. ഒരു 15 പ്രാവശ്യം, അതായത് 3 പ്രാവശ്യം ഓരോ ഡെറിവേഷൻ വെച്ചിട്ട് 15 പ്രാവശ്യം ആകുമ്പോഴേക്കും നമുക്ക് ആ 5 ക്വസ്റ്റ്യനും കിട്ടും. അതിൽ നിന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ ഉറപ്പിക്കാം. നിങ്ങൾക്ക് എത്ര എസ്എ ക്വസ്റ്റ്യൻ്റെ അവസാനത്തെ പാർട്ട് ഇല്ലേ, അവസാനത്തെ പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ അതായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം ആയിരിക്കും. അതിൻ്റെ പ്രോബ്ലം കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് മനസ്സിലാക്കി പഠിക്കണം. ഇതൊന്നും മനസ്സിലാക്കാനൊന്നുമില്ല, ചുമ്മാ ബൈഹാർട്ട് ചെയ്താലും മതി, ഈ 5 എണ്ണം കിട്ടും. പക്ഷേ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സെക്കൻഡ് മോഡ്യൂൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പുതുതായിട്ട് വന്ന ടോപ്പിക്. പിന്നെ ബാക്കിയുള്ള കഴിഞ്ഞ സെമ്മിലെ പോലെ തന്നെ പഴയ ടോപ്പിക്ക് തന്നെയായിരുന്നു. മൂന്നാമത്തെ ഈ മോഡ്യൂൾ വരുന്നത് കോംപ്ലക്സ് നമ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. കോംപ്ലക്സ് നമ്പർ, അനലിറ്റിക് ഫംഗ്ഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മൂന്നാമത്തെ മോഡ്യൂൾ. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നാലാമത്തെ മോഡ്യൂളും വരുന്നത്. അതായത് അതിൻ്റെ ഇൻ്റഗ്രേഷൻ, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് ടോപ്പിക് വരുന്നുണ്ട്, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് അഞ്ചാമത്തെ മോഡ്യൂൾ. അതും കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് ഹയർ ലെവലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും അതും കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ചുരുക്കി പറഞ്ഞാൽ അവസാനത്തെ 3 മോഡ്യൂൾ അല്ലേ, അവസാനത്തെ 3 മോഡ്യൂൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ ചേട്ടന്മാരോട് ചോദിച്ചാൽ മനസ്സിലാകാൻ പറ്റും. ഇത് അവരുടെ ഒരു മോഡ്യൂളായിരുന്നു, മനസ്സിലായോ? അതായത് അവസാനത്തെ 3 മോഡ്യൂൾ എന്ന് വിളിക്കുന്നത് ഇത് അവർക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരൊറ്റ മോഡ്യൂളായിട്ടാണ് അവർ അന്ന് പഠിച്ചിരുന്നത്. അപ്പോൾ അവരന്ന് കഷ്ടപ്പെട്ട് ആലോചിക്കുകയൊക്കെ, മനസ്സിലായോ? അപ്പോൾ അത്രയൊന്നും നമുക്കില്ല, അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര കാര്യങ്ങളൊന്നും നമുക്കില്ല. ഇത് 3 കൂടിയിട്ട് 3 മോഡ്യൂളുള്ളത് അതായിരുന്നു. പക്ഷെ നിങ്ങളുടെ സീനിയേഴ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് പഠിച്ചത്, നിങ്ങളുടെ തൊട്ട മുമ്പത്തെ ബാച്ച് 2015 സ്കീമില്ലേ, ഇതെല്ലാം കൂടി ചേർത്തത് 4 മോഡ്യൂളായിരുന്നു. അവർക്ക് 1, 2, 3, 4 മോഡ്യൂളാണ് ഇത്രയും ടോപ്പിക്. അപ്പോൾ ശരിക്കും നിങ്ങളെ സീനിയേഴ്സ് കുറച്ചുകൂടി ഭാഗ്യം ചെയ്തവരായിരുന്നു. അവർക്ക് ഈ 4 മോഡ്യൂളും ഇത് ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ 4 മോഡ്യൂൾ കിട്ടും. നിങ്ങൾക്ക് കുറയ്ക്കണമെന്നില്ല, സിലബസ് കുറച്ചിട്ടൊന്നുമില്ല, ഇതെല്ലാം ചേർത്തിട്ട് 3 മാറ്റി, 4നെ 3 മാറ്റി നിങ്ങൾക്ക് പഠിപ്പിക്കും. ഓക്കെ, അവർക്ക് ഇത് ഈ 2 യൂണിറ്റിന് പകരം മെട്രിക്സ് ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ചുകൂടി കഷ്ടമായിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞ പണി കിട്ടിയത് നിങ്ങളാണ്. ഓക്കെ, പക്ഷേ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ പാസ്സായോ? നിങ്ങൾ അടിപൊളി അല്ലേ, പാസ്സായോ? അവര് കുഴപ്പമില്ല, അവർ രക്ഷപ്പെട്ടു. അപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്ലൈ അടിക്കുന്ന കാര്യം കുറച്ച് ഒഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വന്നങ്ങനെ. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ ഇനി എങ്ങനെ പഠിക്കാമെന്നാണ് നോക്കണേ. ഇതിൽ എങ്ങനെ നമുക്ക് ഇപ്രാവശ്യം 3 ദിവസം കൊണ്ട് പഠിക്കണ്ടേ, അപ്പോൾ അതിലെന്തൊക്കെ പഠിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഈ ക്ലാസ് ഇതില്ലേ, ആപ്ലിക്കേഷൻ ഓഫ് PD, അതിൽ കുറച്ച് ഡെറിവേഷൻസ് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരണം. കാരണം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എഴുതി പഠിച്ചാൽ മതി. ഈ 5 ഡെറിവേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 3 ദിവസം ഉണ്ടല്ലോ, ആ 3 ദിവസം കൊണ്ട് ഈ 5 ഡെറിവേഷൻ എഴുതി പഠിച്ചുകൊണ്ടേ ഇരിക്കുക, പെട്ടെന്ന് അത് കിട്ടുക. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ 10 മാർക്ക് ഉറപ്പിക്കാം. 10 ആണോ 15 ആണോ അറിയില്ല നിങ്ങളുടെ പുതിയ സ്കീം പ്രകാരം. ഓക്കെ, ഞാൻ കണ്ടില്ല ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അതിൽ ആ ഒരു എസ്എ ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, യെസ്. അടുത്തത് എന്താ പറയുന്നത് അറിയോ? അടുത്തെന്താ പറയുന്നത്, ഈ ഒരു യൂണിറ്റിലെ ഇവിടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ. അനലിറ്റിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് ഒരു 5 പ്രോപ്പർട്ടി അല്ലെങ്കിൽ 6 പ്രോപ്പർട്ടി ഉണ്ട്. ആ 6 പ്രോപ്പർട്ടി ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതും വലിയ കുഴപ്പമില്ല. പിന്നെ അവിടെ ഒരു ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞു പോവാണ്. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ക്ലാസ് ഓൺലൈൻ ആയതുകൊണ്ട് എത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ടീച്ചർ എടുത്തിട്ടുണ്ടാവും. ഓക്കെ, അത് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കിട്ടുന്നതാണ്. അതുപോലെ അവിടെ കുറച്ച് മാപ്പിംഗ് ഉണ്ട്, കൺഫോമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് കുറച്ച് മാപ്പിംഗ് ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മാപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, അത് നമ്മൾ നോക്കണം. പിന്നീട്
ലാസ്റ്റത്തെ ഒരു കോഷി ഇൻ്റഗ്രൽ ഫോർമുല, കോഷി റെസിഡ്യൂ തിയറം എന്ന് പറഞ്ഞ് കുറച്ച് ഇൻ്റഗ്രേഷൻ്റെ ടോപ്പിക് ഉണ്ട്. അത് നമ്മൾ പഠിക്കാൻ പറ്റാവുന്നതാണ്, വലിയ റിസ്ക് ഇല്ലാണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്, അത് നോക്കണം. പിന്നെ ഒരു ടൈലർ ആൻഡ് ലോറൻസ് സീരീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഒരു 75-ലാണെങ്കിൽ ഒരു 50-60 മാർക്കൊക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ, ഇത്രയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, വലിയ കുഴപ്പമില്ലാണ്ട് അത് കിട്ടും. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ വേവിക്കേഷൻ്റെ ഹീറ്റിക്കേഷൻ്റെ തിയറി നോക്കണം. അതിനുശേഷം ടൈലർ ആൻഡ് ലോറൻസ് സീരീസ്, പ്രോപ്പർട്ടീസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ, കോണ്ടൂർ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്, ഇത്രയും നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ന് ഏതെങ്കിലും ഒരു ഈസി ടോപ്പിക് നമുക്ക് പഠിക്കാമല്ലോ. നിങ്ങൾക്ക് എങ്ങനെ മാത്സ് ബേസ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ തിയറി എഴുതുന്ന ഒരു നോട്ടുണ്ട്, അത് ഫുള്ള് ഞാനതിൻ്റെ അയച്ചുതരാം, അതായിരിക്കും നല്ലത്. നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ എഴുതിയിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഹെഡിങ് എഴുതണം. നമ്മൾ എന്തായാലും മോഡ്യൂൾ 2-ൽ ബൈ ഹാർട്ട് ചെയ്യാമെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ആ ടോപ്പിക് എടുക്കാം കേട്ടോ. അത് നിങ്ങൾ എഴുതി പഠിക്കണേ. സെക്കൻഡ് മോഡ്യൂളിലുള്ള ടോപ്പിക്കാണ്, ഹെഡിങ് എഴുതാം. മോഡ്യൂൾ 2 സെക്കൻഡ് യൂണിറ്റ് കേട്ടോ, മോഡ്യൂൾ 2 രണ്ടാമത്തെ മോഡ്യൂളാണ് പഠിക്കാൻ പോകുന്നത്. application of partial differential equation, application of partial differential equation, അതിനെ PDE എന്ന് വിളിക്കും. application of partial differential equation, partial differential equationന്റെ applications. അതിൽ രണ്ടെണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ്, ഹെഡിങ് എഴുതാം, vibration of a first application ആണ് vibrations of stretched string, vibration of a stretched string, vibration of a stretched string. ഓക്കെ, വൈബ്രേഷൻ ഓഫ് stretched string. ബ്രാക്കറ്റിൽ എഴുതാം വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഒന്ന്, ഡിറൈവ് വേവ് ഇക്വേഷനെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. മനസ്സിലായോ? ഡെറിവേഷൻ ഓഫ് എ വേവ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചോദിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ സോൾവ് വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ തിയറി ചോദിക്കും. മൂന്നാമത്തെ തിയറി, ഡി അലംബേർഡ് സൊല്യൂഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ ഡി അലംബേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ ഉണ്ട്, അതെന്താണെന്ന് ചോദിക്കും. നാലാമത്തത് പ്രോബ്ലംസ്, അതിൻ്റെ പ്രോബ്ലം. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു സെക്ഷനിൽ നിന്ന് പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇത് വളരെ വലിയൊരു യൂണിറ്റാണ്, വലിയ ടോപ്പിക്കാണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്ത് വരുമ്പോൾ തന്നെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് 3 തിയറിയാണ്, നമുക്ക് എഴുതി പഠിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് നോക്കി വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് 3 ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ തിയറി ഫുള്ള് വായിക്കുന്നില്ല, ഞാൻ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തരാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഹെഡിങ് എഴുതാണ്, എന്താണ് വേവ് ഇക്വേഷൻ എന്നാണ്. വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു സിറ്റുവേഷൻ ഓർക്കുക. അതായത് എക്സാം ഹാളിൽ ഇരുന്നിട്ട് നിങ്ങൾ സെൻറ്റൻസ് എഴുതിയാലും മതി. ഈ ഡെറിവേഷൻ എന്ന് ഞാൻ പറഞ്ഞാലും ഡെറിവേഷൻ്റെ സ്റ്റെപ്പ് വരുന്നത് കുറച്ചേ ഉള്ളൂ, ചെറിയൊരു സ്റ്റെപ്പേ ഉള്ളൂ ഡെറിവേഷൻ. ബാക്കിയെല്ലാം കുറച്ച് എന്താ പറയുക, കഥ എഴുതണതാണ്, സ്റ്റോറി എഴുതണ പോലെയാണ്. അതായത് അവിടെ നടക്കുന്ന സിറ്റുവേഷൻസ് നമ്മളൊരു സ്റ്റോറി രൂപത്തിലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി.
ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു കഴിവുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിൻ്റെ പ്രൂഫ് എഴുതാം, വലിയ കുഴപ്പമൊന്നുമില്ല. സിനിമ കഥ എഴുതിക്കരുത്, ഇതിലുള്ള സ്റ്റോറി എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ പറഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുന്നുള്ള ആദ്യം മനസ്സിലാക്കുക. വേവിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു സ്ട്രിങ് എടുത്ത് കെട്ടിയിടണം. അതായത് ഞാൻ ഇത് വായിക്കുന്നുണ്ട്, ഇതിൻ്റെ സ്റ്റെപ്പ് ഈ ഫിഗറൊക്കെ വരയ്ക്കണോട്ടാ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നടക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു സ്ട്രിങ് എടുത്തു, ആ സ്ട്രിങ്ങിനെടുത്ത് ഇങ്ങനെ കെട്ടിയിട്ടു. അതാണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയുന്നത്, രണ്ട് സൈഡിലും കെട്ടിയിട്ടു. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗിറ്റാറിൻ്റെ സ്ട്രിങ്ങോ എന്തെങ്കിലും ഒരു നൂല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രിങ് എന്തെങ്കിലും ഒരു കമ്പി എടുത്തിട്ട് കെട്ടിയിട്ടു. ആ നമ്മുടെ ഫിസിക്സിൽ ലാബിലൊക്കെ ഉണ്ടാവില്ല അതുപോലത്തെ സ്ട്രിങ്. ഓക്കെ, അതിൽ പിടിച്ച് ഞാൻ ഈ സാധനത്തിനെ ഈ സ്ട്രിങ്ങിനെ ടൈറ്റായിട്ട് കെട്ടിയിട്ടിട്ട് അതിനെ ഞാൻ താഴോട്ട് പിടിച്ചുകൊണ്ട് വലിച്ചു വിട്ടു. അപ്പോൾ എന്തുണ്ടാവുക? ഈ സ്ട്രിങ്ങിനെ അങ്ങനെ പിടിച്ചിട്ട് വലിച്ചു വിട്ടു. അപ്പോൾ എന്തുണ്ടാവുക? അത് മുകളിലേക്ക് മഴയ്ക്ക് വൈബ്രേറ്റ് ചെയ്യും അല്ലേ, താഴോട്ടും മുകളോട്ടും വൈബ്രേറ്റ് ചെയ്യും, ശരിയല്ലേ? ആ വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു നിശ്ചിത ടൈമിൽ, അതായത് ടി എന്ന് പറഞ്ഞ ടൈമിൽ ഒരു നിശ്ചിത ഡിസ്റ്റൻസ്, ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇത് മുതൽ ഇത് ഏതെങ്കിലും ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൽ ഈ സാധനം എത്രമാത്രം വൈബ്രേറ്റ് ചെയ്തു, എക്സ് എന്നുള്ള ഡിസ്റ്റൻസിൽ ടി എന്നുള്ള ടൈമിൽ എത്രമാത്രം മുകളിലേക്ക് അത് മൂവ് ചെയ്തു, മനസ്സിലായോ? എത്രമാത്രം മുകളിലേക്ക് അത് വൈബ്രേറ്റ് ചെയ്തു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? വേവിക്കേഷൻ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ അറിയാം, വൈബ്രേഷൻ ഓഫ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്നാണ്. ഒരു സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷനാണ്, കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. കൂടുതൽ ഫിസിക്സ് ആയിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്സിൻ്റെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഗതി, മനസ്സിലായല്ലോ? ഇപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ അതിനെ നമ്മൾ ഡിറൈവ് ചെയ്ത് ഒരു ഇക്വേഷനാക്കി മാറ്റണം. അപ്പോൾ ഈ y ഓഫ് എക്സ് കോമ ടി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, എത്രമാത്രം മൂവ് ആയി എന്നുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് y ഓഫ് എക്സ് കോമ ടി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയിട്ട് ഒരു ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ആ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും. അതായത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എന്നാണ്, ഇവിടെ സി സ്ക്വയർ ഇൻറ്റു എന്നാണ്, ഇവിടെ സി സ്ക്വയർ ഇൻറ്റു എന്നാണ് പറയുന്നത്, കുഴപ്പമില്ല. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷനിൽ എത്തിച്ചേരും. നമ്മൾ ഈ പറഞ്ഞ സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി അതിനെ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ അവസാനം ഇങ്ങനൊരു ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കണം. അതാണ് ഡെറിവേഷൻ ഓഫ് എ വേവ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഐഡിയ അറിയാം, കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ എത്തിച്ചേരുന്നത് ഇവിടെയാണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോറിയൊക്കെ എഴുതിയിട്ട് കുറേ കഴിഞ്ഞിട്ട് അവസാനം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതിൽ എഴുതിക്കുക ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയറിലേക്ക് എത്തിച്ചേരണം. ഓക്കെ, ഇതാണ് വേവിക്കേഷൻ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതാം, ദ വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ ഈസ്, ഇത് മാത്രം ഒന്ന് എഴുതാം, വേവിക്കേഷൻ ഈസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു 2 മാർക്കിനൊക്കെ ചോദിക്കട്ടോ എന്താണ് വേവിക്കേഷൻ. അപ്പോൾ ഇത് എഴുതിച്ചാൽ മതി, ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ, വേർ സി സ്ക്വയർ എന്ന് പറഞ്ഞൊരു വാല്യൂ ആണ്. സി സ്ക്വയർ ഈക്വൽ ടു ക്യാപിറ്റൽ ടി ബൈ എം. ഇത് 2 മാർക്കായിട്ട് ചോദിക്കാം, എന്താണ് ടി സ്ക്വയർ സി സ്ക്വയർ കേട്ടോ. സി സ്ക്വയറിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിക്കാറുണ്ട് 2 മാർക്കിന്. സി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം, സി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം ഈസ് കോൾഡ്, അതിനെ വിളിക്കുന്നൊരു പേരുണ്ട്, എന്തൊരു പേരുണ്ടാവുന്നല്ലോ, ടി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എമ്മിന് അതിനൊരു പേരുണ്ടായിരുന്നേ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം ഈസ് കോൾഡ്, ഒരു പേരുണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ, മറന്നുപോയി. ഡിഫിസിവിറ്റി ആണോ, ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയേ, തൽക്കാലം ഞാൻ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഡി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം ഈസ് കോൾഡ് ഡിഫിസിവിറ്റി ആണോ ഒരു പേര്, ഡൗട്ട്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം, അത് നല്ല. ഓക്കെ, അതിൽ ടി എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്, എം എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. നോട്ട് ചെയ്ത് വെച്ചപ്പോൾ ടി എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്, എം എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു പേരുണ്ട്, ആ പേര് ചിലപ്പോൾ ചോദിക്കാറുണ്ട്.
അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡിറൈവ് പോകുന്ന ഹെഡിങ് എഴുതുക, ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ. ഡെറിവേഷൻ ഓഫ് എ വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ. വൺ ഡയമെൻഷണൽ വേവിക്കേഷനെ ഡിറൈവ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ആ തിയറി കുറേയൊക്കെ ഞാൻ എഴുതാതെ ഗ്യാപ്പ് ഇടാൻ പറയുള്ളൂ. ഓക്കെ, നമുക്ക് ഡെറിവേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഡെറിവേഷൻ ഓഫ് വൺ ഡയമെൻഷണൽ വേവിക്കേഷൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ സ്ട്രിങ്ങിനെ, നമ്മൾ മനസ്സിലായി, ഈ സ്ട്രിങ്ങിനെ ഒരു എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഈ സ്ട്രിങ് ഒരു എക്സ് ആക്സിസിലാണ് കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇത് എ എന്നും ഇവിടെ ബി എന്നും എടുത്തു. ഇത് എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ മുകളിലേക്ക് ഒരു വൈ ആക്സിസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്തു. മനസ്സിലായോ? ഡെറിവേഷനാണ്. മുകളിലേക്ക് ഒരു വൈ ആക്സിസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്തു. നമ്മൾ സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻ ചെയ്യുന്ന ഒരു വൈബ്രേഷൻ കൺസിഡർ ചെയ്യാണ്. ഒറ്റ വൈബ്രേഷൻ എടുത്തു, മുകളിലേക്ക് പോകുന്ന ഒരു വൈബ്രേഷനെ കൺസിഡർ ചെയ്തു. ഓക്കെ, മനസ്സിലായില്ലേ? ഗ്രാഫ് വരയ്ക്കേണ്ട രീതിയാണ്. ഈ ക്വസ്റ്റ്യൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വൈബ്രേഷൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ആ വൈബ്രേഷനിലെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന വേണ്ടിയിട്ട് ഈ വൈബ്രേഷനിലെ, മനസ്സിലായ, വൈബ്രേഷനിലെ ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുകയാണ്. ചെറിയൊരു പീസ് എടുക്കുന്നു, ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ പേര് പി എന്നും ക്യൂ എന്നും കൊടുത്തു. ഓക്കെ, വരച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വരയ്ക്കട്ടോ, വരച്ചോളൂ കേട്ടോ. അത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. വരച്ചോളൂ. ഞാൻ നോട്ട് അയച്ചു തരാം, ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ജസ്റ്റ് മനസ്സിലായി, ഫിഗർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം എഴുതാം കേട്ടോ. ഈ പി എന്നുള്ള പോയിന്റ് വരുന്ന താഴത്തെ ഡിസ്റ്റൻസിലെ, പി എന്നുള്ള പോയിന്റ് വരുന്ന താഴത്തെ ഡിസ്റ്റൻസിനെ എക്സ് ആയിട്ട് എടുക്കുന്ന, ഈ പോയിന്റ് എക്സ് ആയിട്ട് എടുക്കുന്നു. ക്യൂ എന്നുള്ള ഡിസ്റ്റൻസിൽ വരുന്ന താഴത്തെ പോയിന്റിനെ, ഈ ഗ്യാപ്പിലെ, ഈ ഗ്യാപ്പിനെ ഡെൽറ്റ എക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുന്നു കേട്ടോ. ഇത് എക്സും ഇത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കുന്നു. സോറി, സ്മോൾ ഡെൽറ്റ എക്സ് ആണ് കൊടുക്കുന്നത്. ഈ ക്യാപിറ്റൽ ഡെൽറ്റ അല്ല, ഇങ്ങനെ. ഒരു മിനിറ്റ്, ഒരു പയ്യൻ വരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പി ക്യൂ എന്ന് പറഞ്ഞ ചെറിയൊരു പോർഷൻ എടുത്തു, അതിൻ്റെ ഡെൽറ്റ എക്സ് ആണ് ഇത് തമ്മിലുള്ള ഗ്യാപ്പ്. ഇനി ഇവിടെ ചെറിയ കുറച്ച് കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഈ പി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ഒരു ടോർക്ക്, ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ കേട്ടോ. പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതിനെ ടച്ച് ചെയ്ത് പോകുന്ന, വരച്ചിരുന്നതായി പോയി, ഒരു ടോർക്ക് ഉണ്ട്. അതുപോലെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലും ഒരു ടോർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു ഫോഴ്സ് ഒരു പ്രഷർ വരുന്നുണ്ട്. ആഫ്റ്റർ ഫിസിക്സ് നമുക്ക് അറിയില്ല കേട്ടോ, നമ്മൾ ഡയപ്പിൽ മാത്സ് പഠിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇവിടെ വരുന്നതിനെ T1 എന്നും ഇതിനെ T1 എന്നും ഇവിടെ T2 എന്നും വിളിക്കുന്നു. ഓക്കെ, രണ്ട് ടോർക്ക് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിള്, ഇത്രയും ആംഗിള് ശ്രദ്ധിക്കാം. ഇവിടെ ഉണ്ടാകുന്ന, ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതിലുണ്ടായിരുന്ന ആംഗിൾ ഉണ്ട്. ആ ആംഗിള് സൈ പ്ലസ് ഡെൽറ്റ സൈ. ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതോടെ ഒന്ന്. ഓക്കെ, കുഴപ്പമില്ല. അവിടുത്തെ ആംഗിളിനെ സൈ പ്ലസ് ഡെൽറ്റ സൈ എന്ന് വിളിക്കും. സൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വെട്ടുമായിരിക്കും. ഓക്കെ, ഇവിടെ ഉണ്ടാകുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിള്, ഇങ്ങനെയുള്ള ഒരു ആംഗിള് സൈ എന്നും. ഈ ഫിഗർ എക്സാമിന് വരയ്ക്കണം. എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സാമിന് ഈ ഫിഗർ വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, അത്രയും കൂടുതലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഫിസിക്സ് ആണ് വരുന്നത്. അതൊന്നും നമുക്കറിയില്ല. ഉടായ്പിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അനുസരിക്കേണ്ടി എത്തിക്കട്ടെ. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ജയിച്ചാൽ മതി. ഓക്കെ, ഇനിയുള്ളത് കുറച്ച് തിയറിയാണ്. ആ തിയറി ഞാൻ വായിച്ചു പോകണുള്ളൂ. നിങ്ങൾക്ക് അതിനെ എഴുതാനുള്ള ഗ്യാപ്പ് ഇടണേ. ഓക്കെ, അത് പിന്നീട് എഴുതിയെടുത്താൽ മതി. ഞാൻ ആ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. അതായിരിക്കും നല്ലത്. അല്ലാണ്ട് ടൈം ഒരുപാട് വേസ്റ്റ് ആവും. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ പറയുന്ന കാര്യങ്ങൾ
ജസ്റ്റ് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ അയച്ചു തരാം കേട്ടോ. പറയട്ടെ, ഇതിൻ്റെ ലെങ്ത്ത് ഈ സ്ട്രിങ്ങിൻ്റെ ആരോ വരുന്നു. ഹലോ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് സിറിൽ തന്നെയാണത്. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എല്ലാണ്, എൽ എന്ന് പറഞ്ഞ ലെങ്ത് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പം ഈ കുറച്ച് തിയറിയാണ്. അപ്പോൾ തിയറി ജസ്റ്റ് ഒന്ന് വായിച്ച് ഞാൻ പോവാണ്, കാരണം സമയം വേസ്റ്റ് ചെയ്യണ്ട, കാരണം ഇപ്പം തന്നെ ഒരുപാട് ടൈം ലേഗായി. അപ്പോൾ തിയറിയിൽ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാണ്. കൺസിഡർ എ ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് സ്ട്രിങ് ഓഫ് ലെങ്ത് എൽ വിത്ത് ഫിക്സ്ഡ് എൻഡ് എ ആൻഡ് ബി. ഓക്കെ, subject to a constant tension പറഞ്ഞിട്ടുണ്ട്. Let the string be released from the rest and allowed to vibrate. മനസ്സിലായോ? അതായത് പറയുന്ന കാര്യം ഞാൻ ജസ്റ്റ് തിയറി പറഞ്ഞു പോവാണ്. അതായത് എ ബി എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് എടുത്തു. എ ബി എന്നുള്ള സ്ഥലത്ത് പറയും എന്താ? ഹലോ, ക്ലിയർ അല്ലടാ? എ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ കെട്ടിയിട്ടു, അതിനെ വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ എങ്ങനെ തിയറിയിൽ വരുന്നുള്ളൂ കേട്ടോ. വി ഷാൽ സ്റ്റഡി ദ സബ്സീക്വന്റ് മോഷൻ ഓഫ് ദി സ്ട്രിങ് വിത്ത് നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്. അതിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല. അസ്യൂമിങ് ദാറ്റ് ഈച്ച് ഓഫ് പോയിന്റ് ഓഫ് ദി സ്ട്രിങ് മേക്സ് സ്മോൾ വൈബ്രേഷൻ അറ്റ് എ റൈറ്റ് ആംഗിൾ ടു ദി ഈക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഇതിലിങ്ങനെ പെർപെൻഡിക്കുലർ മാത്രമേ മോഷൻ ഉള്ളൂ. അതൊക്കെ നമ്മുടെ അസംഷൻ ആണ്. ചിലപ്പോൾ ഈ അസംഷൻസ് ഉണ്ട് ഇതിൽ. ഞാൻ നിങ്ങൾക്ക് അയച്ചിരുന്ന നോട്ട് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ ആ അസംഷൻസ് ബൈ ഹാർട്ട് ചെയ്യണം. ചിലപ്പോൾ അത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. വാട്ട് ആർ ദി അസംഷൻസ് ദാറ്റ് ദ ഡെറിവേഷൻ ഓഫ് വേവിക്കേഷൻ. വേവിക്കേഷൻ്റെ ഡെറിവേഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന കുറച്ച് അസംഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഒന്ന് ടെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആണ്. എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നുമില്ല, വേറെ തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ കുറച്ച് അസംഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നൊരു 5 പോയിന്റ് ഉണ്ട്, പഠിച്ചേക്കണം. അതിൻ്റെ നോട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടേക്കിംഗ് ദ എൻഡ് എ എസ് ദ ഒറിജിൻ. എ എന്നുള്ളത് ഒറിജിൻ ആയിട്ട് എടുത്തു. എ ബി എസ് ദ എക്സ് ആക്സിസ്. എ ബിനെ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തു. എ വൈ പെർപെൻഡിക്കുലർ ടു ദി വൈ ആക്സിസ്. ഇതിന് എ വൈ എന്നുള്ളത് വൈ ആക്സിസ് ആയിട്ട് എടുത്തു. സോ ദാറ്റ് ദ മോഷൻ ടേക്ക് പ്ലേസ് എൻറ്റയർലി ഇൻ എക്സ് വൈ പ്ലെയിൻ. എക്സ് വൈ പ്ലെയിനിലാണ് മോഷൻ നടക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എക്സ് വൈ പ്ലെയിനിലാണ്. മനസ്സിലായി? ഇത് ഫുള്ള് തിയറിയാണ്, എഴുതാനത് ഫുള്ള് തിയറിയാണ്. ചെറിയൊരു ഡെറിവേഷനേ ഉള്ളൂ. ഓക്കെ, അടുത്ത് പറയുന്നത് കൺസിഡർ ദ മോഷൻ ഓഫ് ദി എലമെന്റ് പി ക്യു. പി ക്യു എന്ന് പറഞ്ഞ ഒരു എലമെന്റിൽ മോഷൻ കൺസിഡർ ചെയ്തു. ഓഫ് ദി സ്ട്രിങ് ഇറ്റ്സ് പോയിന്റ്സ് പി എക്സ് വൈ ആൻഡ് ക്യു പോയിന്റ് തന്നിട്ടുണ്ട്. അതായത് ടാൻജൻസ് മേക്ക് എൻ ആംഗിൾ സൈ. സൈ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ആംഗിൾ ഉണ്ട്, ടാൻജന്റ് ഉണ്ട്. സൈ പ്ലസ് ഡെൽറ്റ സൈയിൽ ഒരു ടോർക്ക് തന്നെ അവിടെ ടാൻജന്റ് ഉണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ദി എലമെന്റ് മൂവിങ് അപ്വേർഡ് വിത്ത് ആക്സിലറേഷൻ. ഇതിൽ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ആണ്. ഇത്രയും കാര്യങ്ങൾ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ടു പഠിക്കുന്നതാണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എന്നാണ്. ഇവിടെ അത് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് വിളിച്ചു. ഓൾസോ ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെന്റ് ഈക്വൽ ടു. ഇനി മുതൽ സ്റ്റെപ്പാണ്, ഇനി മുതൽ പ്രൂഫാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഏകദേശം ഒരു പേജ്, ഒരു നിങ്ങളുടെ നോട്ട്ബുക്കിലാണെങ്കിൽ ഒരു പേജ് മുഴുവൻ എഴുതാനുള്ള തിയറി ഉണ്ട്. മനസ്സിലായോ? അത്രയും തിയറി നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഞാനത് ഫോട്ടോ എടുത്ത് അയച്ചു തരാം, അതായിരിക്കും നല്ലത്. ഇപ്പോൾ പറയണ്ടല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം വേസ്റ്റാണ്. ഓക്കെ, ഫോട്ടോ എടുത്ത് അയച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ആ സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇനിയുള്ളത് ആ ഒരൊറ്റ സ്റ്റെപ്പുള്ളൂ. അങ്ങനെ 4 സ്റ്റെപ്പിൽ കാര്യം കഴിയും. അധികമൊന്നും ഇല്ല കേട്ടോ, 4 സ്റ്റെപ്പേ ഉള്ളൂ. ആ 4 സ്റ്റെപ്പ് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞ് കാര്യം കഴിയും. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ ആൻസർ ബൈഹാർട്ട് ചെയ്യുന്നു, ആ തിയറി ബൈഹാർട്ട് ചെയ്യുന്നു, ചുമ്മാ എഴുതി വെച്ച് കാശുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ആ 4 സ്റ്റെപ്പ് പറയണേ. അപ്പോൾ തൽക്കാലം നിങ്ങൾ റഫായിട്ട് ഇപ്പോൾ എഴുതിക്കോളൂ, സ്പേസ് ഒന്നും വിടണ്ട. ഇത് നോട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ അയച്ചു തന്നതിന് ശേഷം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവർ ആരെങ്കിലും നോട്ട് വേണമെങ്കിൽ എന്നെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, വാട്സപ്പ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ താഴെയുള്ള പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലാണ്. താഴെ എഴുതാം ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദി ഫോഴ്സ്. ഇത് മുതൽ എഴുതിയിരിക്കണ്ട. വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് എലമെൻറ്റ്
ആക്ടിങ് ഓൺ ദിസ് എലമെൻറ്റ്. ഇത് ഫിസിക്സിൽ നിന്ന് വരുന്നത് ടോപ്പിക്കാണ്. അത് എങ്ങനെ ബൈഹാർട്ട് ചെയ്തോളൂ. കാരണം ഇവിടെ എനിക്കറിയില്ല, നിങ്ങൾക്ക് ഫിസിക്സിൽ ഒരു മോഷൻ്റെ ഒരു ടോപ്പിക് ഉണ്ട്. ഫിസിക്സിലാണോ മെക്കാനിക്സിലാണോ ഏതിലോ ഒരു ടോപ്പിക്കാണ്. അതിൽ വരുന്നതാണ് ഈ മോഷൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും അതുപോലെ മറ്റ് ഇത് കാണാനുള്ള ഇത് ട്രിഗണോമെട്രി യൂസ് ചെയ്തിട്ടൊരു റിസൾട്ടാണ്. തൽക്കാലം എങ്ങനെ വന്നു എന്നൊന്നും നോക്കുന്നില്ല, അതാണ് ബൈഹാർട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദി ഫോഴ്സ് ആക്ടിങ് ഓൺ ദ എലമെൻറ്റ് ഈക്വൽ ടു ഏതാണ് ടി ഇൻറ്റു സൈൻ ഈ ആംഗിൾ കേട്ടോ, സൈ പ്ലസ് ഡെൽറ്റ സൈ മൈനസ് ടി സൈൻ സൈ. ഇതാണ് സ്റ്റെപ്പ്. കഴിഞ്ഞ 4 സ്റ്റെപ്പുകളുടെ ഡെറിവേഷൻ കേട്ടോ. അത് രണ്ടിൽ നിന്ന് ടീനെ ഔട്ട് സൈഡ് എടുക്കുക. ഈക്വൽ ടു ടി ഇൻറ്റു ബ്രാക്കറ്റിലെ സൈൻ സൈ പ്ലസ് ഡെൽറ്റ സൈ മൈനസ് സൈൻ സൈ. ഓക്കെ, ശരിക്കും അവർ ആ സ്റ്റെപ്പ് ചെറിയൊരു ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഈക്വൽ ടു എന്ന് എഴുതി വെച്ചില്ല, അതവിടെ കിടക്കട്ടെ. അടുത്തത് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കണേ. അതായത് ഇതിൽ വെർട്ടിക്കലായിട്ട് മാത്രമേ മോഷൻ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഹൊറിസോണ്ടലായിട്ട് മോഷൻ ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിന് ഒരു ഫോമുല ഈ ടെസ്റ്റിൽ പറയുന്നില്ല. ഇത് ആ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേ. അപ്പോൾ ഈ ടെസ്റ്റിൽ പറയുന്നില്ല. അപ്പോൾ റഫായിട്ട് സൈഡിലൊന്ന് എഴുതി വയ്ക്കുക. ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ റഫായിട്ട് പറയണം, കാരണം നമുക്കൊരു വ്യക്തത വരില്ല അല്ലെങ്കിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ട് എഴുതിക്കോളൂ. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് is constant, therefore t equal to t എന്ന് വിളിക്കുന്നത് t equal to t cos psi equal to t cos psi plus delta psi. ഇതെല്ലാം ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ എഴുതിച്ചാൽ മതി. ടി എന്ന് വിളിക്കുന്നത് ടി കോസ് സൈ ആണ്. അത് തന്നെയാണ് ടി കോസ് സൈ പ്ലസ് ഡെൽറ്റ സൈ ആണ് കേട്ടോ. അത് എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയതാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രൂഫിലേക്ക് എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ടെസ്റ്റിൽ അടുത്ത സ്റ്റെപ്പിൽ ആൻസർ പറഞ്ഞേക്കാം. അപ്പോൾ ഇതൊക്കെ അവർ മനസ്സിൽ കണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഹൊറിസോണ്ടലിൽ അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇത് മൂന്നും സെയിം ആണെന്ന് പറയുന്നു കേട്ടോ. ഓക്കെ, ഇനി താഴെ എഴുതാണ് ഒരു സെൻറ്റൻസ് എഴുതാണ്. m be the mass per unit length of the string. m small m ട്ടോ, small m be the mass per unit length, mass per unit length of the string. Sorry, mass length of the string. Mass p er mass per unit length, mass per unit length of the string.
അപ്പോൾ മാസ് ഓഫ് ദി പി ക്യു എന്ന് പറഞ്ഞാൽ സ്മോൾ പീസ് ഇല്ലേ, ആ പി ക്യുവിൻ്റെ മാസ് പറഞ്ഞാൽ എം ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിരിക്കും കേട്ടോ. ദെൻ എം ഇൻറ്റു ഡെൽറ്റ എക്സ്, മനസ്സിലായി? ഫിഗറിൽ ഞാൻ ഡെൽറ്റ എക്സ് സ്പേസ് അല്ലേ പറഞ്ഞു പി ക്യുവിൻ്റെ, ഓർമ്മയുണ്ടോ പി ക്യു എന്നുള്ളത്? അപ്പോൾ എം ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് ഇത്. എം ഇൻറ്റു ഡെൽറ്റ എക്സ് ഈസ് ദി മാസ് ഓഫ് ദി പോർഷൻ പി ക്യു എന്ന് പറഞ്ഞ പോർഷൻ്റെ മാസ് ആയിരിക്കും കേട്ടോ. 2 ലൈൻ കൂടെ ഉള്ളൂ. മാസ് ഓഫ് ദി പോർഷൻ പി ക്യു. ദെൻ ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ m into delta x be the mass of the PQ ന്റെ മാസ് ആണ് കേട്ടോ. മൊത്തത്തിൽ മാസ് m ആണെങ്കിൽ ആ PQ എന്ന പോർഷന്റെ m into delta x ആയിരിക്കും കേട്ടോ. അടുത്ത എഴുതണം. then by Newton's second law of motion, Newton's second law of motion, total force acting on a body equal to mass into acceleration. Newton's second law പറയുന്നത് total force acting on a body equal to mass into acceleration. മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ് ന്യൂട്ടൻ്റെ പറയുന്നത്? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എന്നാണ് ന്യൂട്ടൻ്റെ ലോ പറയുന്നത്, സെക്കൻഡ് ലോ പറയുന്നത്. ഏകദേശം പ്രൂഫൊക്കെ കഴിഞ്ഞു, ഏകദേശം കഴിയാറായി. 2 ലൈനോട് എഴുതി തീർന്നു കേട്ടോ. മാസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു m ഇൻറ്റു ഡെൽറ്റ എക്സ്, ശരിയല്ലേ? ആക്സലറേഷനെ വിളിക്കുന്ന പേര് ഡോ സ്ക്വയർ y ബൈ ഡോ ടി സ്ക്വയർ. ആക്സലറേഷൻ എന്താണ്? ഡോ സ്ക്വയർ y ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് ഇല്ല, അതാണ് എഴുതുന്നത് കേട്ടോ. അതായത് ടി ഇൻറ്റു സൈൻ പ്ലസ് ഡെൽറ്റ സൈ മൈനസ് സൈൻ സൈ. ഇതാണ് ആൻസർ. കാരണം അവരടുത്ത സ്റ്റെപ്പിൽ ആൻസർ മുഴുവനായിട്ട് എഴുതിയേക്കാണ്. അവരടുത്ത സ്റ്റെപ്പിൽ ഫുൾ ആൻസർ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അത് നമുക്ക് മനസ്സിലാകാനാണ് ഞാൻ ആ സൈഡിൽ അത് എഴുതി വെച്ചത്. ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഡിവൈഡിങ് ബൈ ടി, ക്യാപിറ്റൽ ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് മാത്സിലേക്ക് പ്രൂഫിന് വേണ്ടിയിട്ടാണ് ടി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ വരിക? എം ഡെൽറ്റ എക്സ് ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ടി സൈൻ സൈ പ്ലസ് ഡെൽറ്റ സൈ മൈനസ് ഈ ടീന് വിളിക്ക് കൊടുത്ത ടി സൈൻ സൈ. ഇതിലും ബൈ ടി ഇട്ടു, ഇതിലും ബൈ ടി ഇട്ടു അല്ലേ? ഓരോ ടൈമിലും ബൈ ടി എന്ന് കൊടുത്തു, മനസ്സിലായോ? ഈ ടൈമിൽ ബൈ ടി, ഈ ടൈമിൽ ബൈ ടി, ഈ ടൈമിലും ബൈ ടി, മനസ്സിലായോ? 3 ടേമിലും ബൈ ടി കിട്ടും. അപ്പം നമുക്ക് തോന്നാതെ വെട്ടിക്കളയരുത്, വേറെ അഡ്ജസ്റ്റ്മെന്റിനാണത്. ടി വെട്ടിക്കളയരുത്. അതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് കൂടി എഴുതണേ. ഈ 3 ടീം ഈക്വൽ ആണ് നമ്മൾ നേരത്തെ എഴുതിയില്ല, ഓർമ്മയുണ്ടോ? അപ്പൊ ഇവിടെ കോസ് ആ വാല്യൂ കൊടുക്കുന്നു, ഇവിടെ കോസിന്റെ അടുത്ത വാല്യൂ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രൂഫാണ് കേട്ടോ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എം ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ടി ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ടി സൈൻ സൈ പ്ലസ് ഡെൽറ്റ സൈ ബൈ ടി കോസ് സൈ പ്ലസ് ഡെൽറ്റ സൈ. കാരണം ഞാൻ നേരത്തെ എഴുതിച്ചു ഹൊറിസോണ്ടൽ മോഷനിൽ 3 സെയിം ആണ്, 3 ഈക്വൽ ആണ്. ഇവിടുത്തെ ടീക്ക് പകരം, മനസ്സിലാക്കണേ, ബൈഹാർട്ട് ചെയ്തണ്ട, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇവിടുത്തെ ടീക്ക് പകരം ടി കോസ് അതന്നെ എഴുതി, ഇവിടുത്തെ ടീക്ക് പകരം ടി കോസ് അതന്നെ എഴുതി, മൈനസ് ടി സൈൻ സൈ ബൈ ടി കോസ് സൈ. ഓക്കെ ആണോ? ഈ ടീക്ക് പകരം ടി കോസ് സൈ പ്ലസ് ഡെൽറ്റ സൈൻ എഴുതി, ഈ ടീക്ക് പകരം ടി കോസ് സൈൻ എഴുതി. ഓക്കെ ആണോ അസ്ലാം?
കൺഫ്യൂഷൻ ആയോ? ചെറുതായിട്ട്. ഓക്കെ, ആ ടിക്ക് വാല്യൂ കൊടുത്തു കേട്ടോ, ടിക്ക് വാല്യൂ കൊടുത്തു. എന്തിനാ എഴുതി കഴിഞ്ഞാൽ അവിടെ ടാൻ വരുത്താൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമല്ല. ടെസ്റ്റിൽ ഒറ്റയടിക്ക് ടാൻ എഴുതി വെച്ചേക്കാം. അപ്പം എങ്ങനെ വന്നെന്ന് ചോദിച്ചു, ടാൻ എഴുതിയായിരുന്നു. മനസ്സിലായോ? ഞാനിപ്പോൾ ടാൻ എഴുതി കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാൻ എഴുതി നിങ്ങൾ ചോദിക്കുക അതെങ്ങനെ ടാൻ ആയിരുന്നു. അപ്പോൾ അതിന് പകരമാണ് സ്റ്റെപ്പ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ടെസ്റ്റിൽ ഇതൊന്നുമില്ല. ടെസ്റ്റ് ഒറ്റയടിക്ക് ടാൻ എഴുതിച്ചാണ് ഈക്വൽ ടു ടി ടി വെട്ടി സൈൻ ബൈ കോസ് ടാൻ ആണ്. അപ്പോൾ ടെക്സ്റ്റിൽ ഇത് മാത്രമേ കാണുള്ളൂ കേട്ടോ. ടാൻ സൈ പ്ലസ് ഡെൽറ്റ സൈ മൈനസ് ടാൻ സൈ. ഇനി നമുക്ക് നിങ്ങളിപ്പോൾ ഇത് മാത്രം എഴുതിയാലും മതി, വേറെ സ്റ്റെപ്പ് ഒന്നും ഓർമ്മയില്ലെങ്കിൽ ഇതൊന്നും എഴുതിച്ചാൽ മതി. മാസിന്റെ ആക്സലറേഷൻ ഈക്വൽ ടു ഇതൊന്നും എഴുതിയാലും മതിയായിരുന്നു കേട്ടോ. ഓക്കെ, അതായത് എം ഡെൽറ്റ എക്സ് ബൈ ടി ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ഇത് കിട്ടി. പറഞ്ഞോട്ടെ. അടുത്തത് നമ്മുടെ ഇക്വേഷൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ആണ് കാണേണ്ടത്. അതിനവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും കണ്ട് കൊണ്ടുപോവാണേ. ഓക്കെ, അപ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ആൻസർ എത്താറായി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചു വരെ ടി ബൈ എം ഇൻറ്റു, ശ്രദ്ധിക്കണേ, ഈ ഡെൽറ്റ എക്സിന് ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുന്നുണ്ട്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ട് ടാൻജന്റിന്റെ ഒരു ഇതായിട്ട് കേട്ടോ. അപ്പോൾ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡോ വൈ ബൈ ഡോ എക്സ് എന്നാണ്. ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് ഏത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ആ ഒരു പോയിന്റിലുള്ള ടാൻജന്റ്. നേരത്തെ ഫിഗറിൽ 2 പോയിന്റ് പറഞ്ഞില്ലേ, രണ്ടാമത്തെ പോയിന്റിലുള്ള ടാൻജന്റ് ആണ് ഇത്. അടുത്തതും ടാൻജന്റ് ആണ്. അപ്പം അതും ഡോ വൈ ബൈ ഡോ എക്സ് തന്നെയാണ്. ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ്, എക്സിലുള്ള ടാൻജന്റ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബൈ ഇവിടെയുള്ള ഈ ഡെൽറ്റ എക്സിനെ ബൈ ഡെൽറ്റ എക്സ് എഴുതി കഴിഞ്ഞു. ആൻസർ ആയിട്ടോ. ഇതാണ് ടേണിംഗ് പോയിന്റ്. ഈ ഒരു കാര്യം പ്രൂഫിൽ വരണേ. ഈ ഒരു കാര്യം എഴുതിയില്ലെങ്കിൽ പ്രൂഫ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും എഴുതിയില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ എഴുതിച്ചാൽ മതി. എന്താണ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ്. മനസ്സിലായോ? എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലെ ഡോ വൈ ബൈ ഡോ എക്സ്, എക്സിലെ ഡോ വൈ ബൈ ഡോ എക്സ്. ഇതിൽ ടേക്കിംഗ് ദ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ എക്സിന് ടെൻസ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പഠിക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ ഡിഫറൻസിയേഷൻ്റെ നമുക്ക് പഠിക്കുന്നുണ്ട്. പ്ലസ് ടുവിന് ഡിഫറൻസിയേഷൻ ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പ്ലസ് ടുവിന് നമ്മൾ ആദ്യം തന്നെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ നമ്മളാകെ വെറുത്ത് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ പ്ലസ് 1-ൽ. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വിളിക്കുക. അതായത് ഡിഫറൻസിയേഷൻ്റെ തിയറിയാണ്. അപ്പോൾ ഇത് ഡിഫറൻസിയേഷൻ്റെ റൂളാണ്. എന്തിൻ്റെ ഡെറിവേറ്റീവ്? ഡോ വൈ ബൈ ഡോ എക്സിൻ്റെ ഡെറിവേറ്റീവ്. മനസ്സിലായോ? വൈയുടെ ഡെറിവേറ്റീവ് അല്ല, ഡോ വൈ ബൈ ഡോ എക്സിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഫോമിലാണത്. ഇതിന് നമ്മൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി, ആൻസർ എഴുതാണ്. ഇതിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ എഴുതിച്ചോളൂ. ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു ടി ബൈ എം ഇൻറ്റു അത് എന്തായി മാറി? ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നായി മാറി. ഇത്രയും ടേം, ഇത്രയും പോർഷൻ എന്തിൻ്റെ ആൻസറാണ്? ഇതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ ഇത്രയും ടേം എന്തായി മാറും? ഇത്രയും ടേം ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആകും. ഈ ടി ബൈ എമ്മിന് സി സ്ക്വയർ എന്നൊരു പേര് വിളിക്കുക. അപ്പോൾ എന്താ നമുക്ക് ചോദിക്കും, സാർ അത് സി എന്ന് കൊടുത്താൽ പോലെ? അങ്ങനെയല്ല, ഈ ടി ബൈ എം ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതൊരു പോസിറ്റീവ് വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മളതിനെ സി സ്ക്വയർ എന്ന് പേര് കൊടുക്കുന്നു കേട്ടോ. അപ്പം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ടൂമാർക്ക് എന്തുകൊണ്ടാണ് സി സ്ക്വയർ എന്ന് കൊടുക്കുന്നത്, സി എന്നെന്താ കൊടുക്കാത്തതെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, ദെർഫോർ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സി സ്ക്വയർ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ദിസ് ഈസ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഇതാണ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഒരു ഡെറിവേഷൻ ഓക്കെ അല്ലേ? പഠിക്കാമല്ലോ, അത് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിൽക്കുന്നില്ല, എങ്ങനെയെങ്കിലും ബൈ ഹാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റെപ്പുകൾ ഓർമ്മയുണ്ടല്ലോ, മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ചുമ്മാ ബൈ ഹാർട്ട് ചെയ്യല്ല, എന്താണ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ആദ്യത്തെ തിയറി ഞാൻ നോട്ട് അയച്ചു തരാം. ആ തിയറി എഴുതിയിട്ട് ഇത്രയും സ്റ്റെപ്പ് എഴുതി വെച്ച് കഴിഞ്ഞാൽ 15 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കിന് ചോദിക്കുന്ന എസ്സേ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇപ്പം നിങ്ങളുടെ പാറ്റേൺ പ്രകാരം 10 മാർക്കാണ് തോന്നുന്നു, എനിക്ക് ഡൗട്ടുണ്ട്. എത്ര? 8. ഓക്കെ ഞാൻ നോക്കാം, എന്തായാലും ഞാൻ നോക്കാം. ഞാൻ നിങ്ങളെ 2019 സ്കീമിന് അധികം ക്ലാസ് എടുത്തില്ല എന്നേ. അവരുടെ രീതിയിലാണെങ്കിൽ 20 മാർക്കിൻ്റെ ലാസ്റ്റ് എസ്സേ ക്വസ്റ്റ് 2, 10, 10 ആയിരുന്നു. അപ്പോൾ 8, 6 ഓക്കെ. അപ്പോൾ 14 മാർക്ക് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 14 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റനായിട്ട് ഇത് ചോദിക്കട്ടോ. 8 വേണ്ട, ഒറ്റ ക്വസ്റ്റനായിട്ട് ചോദിക്കട്ടെ. ഡിറൈവ് വേവിക്കേഷൻ 14 മാർക്ക് കിട്ടേ. ക്ലിയർ? 14 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റനായിട്ട് കിട്ടും. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതേപോലെ ഡിറൈവ് ഹീറ്റിക്കേഷനുണ്ട്, പിന്നെ സൊല്യൂഷൻ ഓഫ് വേവ് ഉണ്ട്, സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഉണ്ട്. അതെടുക്കാം, ഒരു മിനിറ്റ്. ഓക്കേടാ. അപ്പോൾ നമ്മളിനി എടുക്കാൻ പോകുന്നത് ഹെഡിങ് എഴുതാം. അപ്പോൾ ഒരു ഡെറിവേഷൻ പഠിച്ച് ഡിറൈവ് വേവിക്കേഷൻ അതുപോലെ പഠിക്കേണ്ടതാണ്. സോൾവ് വേവിക്കേഷൻ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിക്കണേ. ഡിറൈവ് വേവിക്കേഷൻ ഉണ്ടാക്കാൻ ചോദിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞത്. സൊല്യൂഷൻ ഓഫ് വേവിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേവിക്കേഷൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഹെഡിങ് എഴുതാം. രണ്ടാമത്തെ ടൈപ്പ് കേട്ടോ, ചെയ്യേണ്ടതിൽ രണ്ടാമത്തെ പ്രൂഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഓഫ് വേവിക്കേഷൻ. സൊല്യൂഷൻ ഓഫ് വേവിക്കേഷൻ by the method of separation of variables. By the method of separation of variables. ഈ സോൾവ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേര് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് എന്നാണ് കേട്ടോ. പ്രത്യേക മെത്തേഡാണ്, ഒരു 1.5 മെത്തേഡാന്നൊക്കെ പറയാം. പക്ഷെ സുഖമാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. ഹീറ്റും നമുക്ക് ഇതേ പാറ്റേൺ തന്നെയാണ്, വലിയ റിസ്ക് ഇല്ല. വേവിക്കേഷൻ്റെ സൊല്യൂഷൻ കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റിക്കേഷൻ്റെ സൊല്യൂഷൻ പഠിക്കാം. അപ്പോൾ വേവ് പഠിച്ചാൽ ഹീറ്റും കിട്ടും കേട്ടോ. ഓക്കെ, തുടങ്ങാം. ഇത് കുറച്ച് ലെങ്തിയാണ്. ഇതും ആൻസർ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. 2-3 പ്രാവശ്യം എഴുതി പഠിച്ചാൽ മതി, വലിയ റിസ്ക് ഇല്ല. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന മെത്തേഡിൽ ഒരു പ്രത്യേക രീതിയിലുള്ള മെത്തേഡാണ്, അത് അങ്ങനെ തന്നെ പഠിക്കണം, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ താഴെ എഴുതാണ്. തുടങ്ങാം. താഴെ എഴുതാണ് വേവിക്കേഷൻ ഈസ് എന്ന് പറഞ്ഞ് തുടങ്ങണം. മറ്റതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇക്വേഷൻ എഴുതില്ല, നമ്മൾ ഡിറൈവ് ചെയ്യാണ് ചെയ്യുക ഇക്വേഷൻ. ഇവിടെ എങ്ങനെ വെച്ചാൽ ഇവിടെ ഇക്വേഷൻ നമ്മൾ എന്താ ചെയ്യണം, ഇക്വേഷന് നമ്മൾ തുടങ്ങും. ഇക്വേഷൻ ഞാൻ തുടങ്ങാം കേട്ടോ. താഴെ എഴുതാം. ദ വേവ് ഇക്വേഷൻ ഈസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതാണ് വേവ് ഇക്വേഷൻ. അതിൽ നിന്ന് തുടങ്ങുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കും. ഇത് അയ്യോ സാർ ഇത് എന്താ ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് കേട്ടോ. അതായത് ഇതൊന്നൊന്നൊരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള സ്റ്റെപ്പ് അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്തോളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ലെറ്റ് വൈ ഈക്വൽ ടു സ്മോൾ വൈ ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ടി. ശ്രദ്ധിക്കണേ. ലെറ്റ് small y equal to capital X into capital T be the solution of equation 1. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വരാം. ലെറ്റ് y equal to small y equal to capital X into capital T be the solution of 1. ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷൻ ആണ് ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, ഇതിങ്ങനെയാണ്. ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ തന്നെയാണ്, ഹീറ്റിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ സൊല്യൂഷൻ ഓഫ് 1. ഇക്വേഷൻ 1ൻ്റെ സൊല്യൂഷനാണ് നമ്മൾ എടുക്കുകയാണ്, അസ്യൂം ചെയ്യണം, നമ്മുടെ അസംഷനാണ്. ശരിയാ? ഓക്കെ, എന്നിട്ട് എടുക്കുകയാണ് വേർ ക്യാപിറ്റൽ എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ എക്സ്. ഞാനിതെടുക്കാൻ കാരണം ഈ ഒരു യൂണിറ്റിൽ 5 എണ്ണം ഇത്ര റിസ്ക്കുള്ള 5 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 14 മാർക്ക് കിട്ടി. ജയിക്കാൻ എത്ര 35 അല്ലേ വേണ്ടുള്ളൂ?
അപ്പോൾ ഈ 5 മാത്രം പഠിച്ചാൽ 14 മാർക്ക് കിട്ടുകയാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് അയ്യോ സാറേ ഇത് വേണ്ടാന്നൊന്നും ചിന്തിക്കരുത്, എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആവും. ഒരൊറ്റ ക്വസ്റ്റിൻ്റെ മുകളിൽ 14 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഗുണമാണ്. പിന്നെ ബാക്കിയുള്ള യൂണിറ്റിൽ നിന്ന് നമുക്ക് 21 മാർക്ക് മേടിച്ചാൽ മതി, വലിയ റിസ്ക് ഇല്ല. ക്ലിയർ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലായാലും ഇല്ലെങ്കിലൊക്കെ നോക്കണ്ട, എങ്ങനെയെങ്കിലും തലയും കുത്തിയിരുന്നിട്ട് എഴുതി പഠിച്ചോളൂ കേട്ടോ. ഓക്കെ. ക്യാപിറ്റൽ എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് ക്യാപിറ്റൽ ടി ഈസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ വൈ, സ്മോൾ ടി സോറി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എക്സ് എന്ന് വിളിക്കുന്നത് അത് അങ്ങോട്ട് മാറിപ്പോരുത്. ക്യാപിറ്റൽ എക്സ് കുറച്ച് വലുതാക്കി എഴുതിക്കോളൂ കേട്ടോ. 2 എക്സ് ഉണ്ട്, അതുകൊണ്ടാണ്. ക്യാപിറ്റൽ എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ എക്സ്, ക്യാപിറ്റൽ ടി ഈസ് എ ഫങ്ഷൻ ഓഫ് സ്മോൾ ടി. ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സിൻ്റെ ഫങ്ഷനാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടിയുടെ ഫങ്ഷനാണ്. ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒരു വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ. ഞാനേ (2y/(t²) കണ്ടാൽ എന്തുണ്ടാവും അവിടെ മനസ്സിലാക്കി എഴുതണേ. ഇതിനെ 2 പ്രാവശ്യം ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ടീയുടെ അവിടെ ഡാഷ് കൊടുക്കുകയാണെങ്കിൽ 1 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ടി ഡാഷ് എന്ന് വരും അല്ലേ? 2 പ്രാവശ്യം ടീയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ടി ഡബിൾ ഡാഷ് എന്നല്ലേ വരിക? അപ്പോൾ എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ് എന്നാണ് വരിക. ഓക്കെ. (2y/(t²) എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ടി ഡബിൾ ഡാഷ്. (2y/(x²) എന്ന് പറഞ്ഞാൽ എക്സിന് ഡബിൾ ഡാഷ്, എക്സ് ഡബിൾ ഡാഷ് ടി. മനസ്സിലായോ? ഇപ്പോൾ (y/(x) എന്നാണെങ്കിൽ 1 ഡാഷേ വരുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ രണ്ടും? ഇത് രണ്ടും ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ 1. നിങ്ങൾ നോട്ട് എഴുതുന്നുണ്ടല്ലോ, എഴുതി പോട്ടെ, അല്ലെങ്കിൽ കിട്ടില്ലേ. ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ അത്. അപ്പോൾ കൊടുക്കുമ്പോൾ നോക്കുക, ഇവിടെ ഞാൻ കൊടുക്കുകയാണ് എക്സ് ടി ഡബിൾ ഡാഷ് ഈക്വൽ ടു c² ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ്. ഓക്കെ, ഈ c² ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, സോറി എക്സിനെ അങ്ങോട്ടും അതുപോലെ ടീനെ ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പോൾ ടി ഡബിൾ ഡാഷ് ബൈ ടി ഈക്വൽ ടു c² ഇൻറ്റു എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ്. മനസ്സിലായോ? എക്സിനെ ഒരു സൈഡിലേട്ടും ടീനെ വേറെ സൈഡിലേക്കും കൊണ്ടുപോയി. ആ c² കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. 1/c² ടി ഡബിൾ ഡാഷ് ബൈ ടി ഈക്വൽ ടു എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ്. അതെന്ത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. അത് എക്സിന് ആദ്യം എഴുതാൻ വേണ്ടിയിട്ടാണ്. എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു 1/c² ഇൻറ്റു ടി ഡബിൾ ഡാഷ് ബൈ ടി. കാരണം ഇതിപ്പോൾ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ പഠിക്കണം, വേറെ നിവർത്തിയൊന്നുമില്ല. മനസ്സിലായോ? സോൾവ് വേവിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ എഴുതണം, ഇതിൽ മാറ്റമൊന്നും വരുത്താനില്ല കേട്ടോ. എന്താണ് നമ്മൾ എഴുതുന്നത് അത് അതുപോലെ എഴുതിക്കുന്നു. ഓക്കെ, ഇനി താഴെ എഴുതാണ്, പറഞ്ഞോട്ടെ. താഴെ എഴുതാം. ഇതുവരെ എഴുതിയില്ലേ? എക്സ് ഡബിൾ ഡാഷ് ബൈ എക്സ് ഈക്വൽ ടു 1/c² ടി ഡബിൾ ഡാഷ് ബൈ ടി. (1/c²) ഓക്കെ, ഇനി പറയാണ് LHS ഈസ് എ, ലെഫ്റ്റ് സൈഡിൽ എക്സിലുള്ള ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ എഴുതാം LHS ഈസ് എ ഫംഗ്ഷൻ ഓഫ്, LHS ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ എക്സ് എലോൺ. അപ്പോൾ നമുക്ക് തോന്നും സാർ സ്മോൾ എക്സ് അല്ലല്ലോ ക്യാപിറ്റൽ എക്സ് അല്ലേന്ന് തോന്നും. അങ്ങനെയല്ല,
ക്യാപിറ്റൽ എക്സ് എന്തിൻ്റെ ഫംഗ്ഷനാണ്? സ്മോൾ എക്സിൻ്റെ ഫംഗ്ഷനാണ് കേട്ടോ. ക്യാപിറ്റൽ എക്സ് എന്നുള്ളത് സ്മോൾ എക്സിലുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ LHS ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ എക്സ് എലോൺ ആൻഡ് RHS ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്മോൾ ടി എലോൺ. ലെഫ്റ്റ് സൈഡ് എക്സിൻ്റെ ഫംഗ്ഷൻ മാത്രമാണ്, റൈറ്റ് സൈഡിൽ ടിയുടെ ഫംഗ്ഷൻ. സി എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്, മൈൻഡ് ചെയ്യേണ്ട. അതായത് എക്സ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയണേ. എക്സ് ഈക്വൽ ടു ടി എന്ന് പറഞ്ഞു. എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ടി ഈക്വൽ ടു 1 അല്ലേ? എക്സ് ഈക്വൽ ടു 2 വരുമ്പോൾ ടി ഈക്വൽ ടു 2 അല്ലേ? എക്സ് ഈക്വൽ 3 വരുമ്പോൾ ടി ഈക്വൽ ടു 3 അല്ലേ? അല്ലേ? അതായത് ആ രണ്ട് സൈഡും എന്തായിരിക്കും? തുല്യമായിരിക്കില്ലേ? അതിൻ്റെ മീനിങ്. അപ്പോൾ രണ്ട് സൈഡും കോൺസ്റ്റൻ്റ് ആണ് എടുക്കുകയാണ്. ദെൻ താഴെ എഴുതാം, ദെൻ ഈച്ച് സൈഡ് മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. ഈച്ച് സൈഡ് മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. രണ്ട് സൈഡും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് ഞാനൊന്ന് എഴുതണേ. ഇനി ഞങ്ങളുടെ സ്റ്റെപ്പാണ് മെയിൻ സാധനം. ഇവിടെ ഈ സൈഡിൽ എഴുതണേ ഞാൻ x∬x ഈക്വൽ ടു k എന്ന് എഴുതി. അപ്പുറത്ത് 1/c² ഇൻറ്റു t∬t ഈക്വൽ ടു k എന്ന് എഴുതി. രണ്ട് സൈഡിൽ k എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ x∬ ഈക്വൽ ടു kx എന്ന് എഴുതി. അപ്പോൾ x∬ മൈനസ് kx ഈക്വൽ ടു 0 എന്നായി. അവിടെ വരുമ്പോഴോ t∬ ഈക്വൽ ടു kc² എന്നായി. t∬ മൈനസ് kc² ഈക്വൽ ടു 0. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. x∬ മൈനസ് kx ഈക്വൽ 0, t∬ മൈനസ് kc² ഈക്വൽ 0. ഏതാ? ഓക്കേടാ, കണ്ടോ? അപ്പോൾ ഒരു മിനിറ്റ്. ഓക്കേടാ, ഇനി ഇതിനെ സോൾവ് ചെയ്യണം നമ്മൾ. അത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നേ. സെക്കൻഡ് സെമ്മിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നേ. അത് വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, വല്ലത് ഓർമ്മയുണ്ടോ? സെക്കൻഡ് സെമ്മ് നമ്മളെല്ലാവരും ജയിപ്പിച്ചില്ല, സർക്കാർ ജയിപ്പിച്ചുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ അതിൽ പഠിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. അതായത് ഇതിനെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാണ്. ഓക്സിലറി ഇക്വേഷൻ ക്ലാസ് കണ്ടിരുന്നവർക്ക് അറിയില്ല, ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഇതിന് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ m² എന്ന് വരും. അപ്പോൾ m² മൈനസ് k ഈക്വൽ ടു 0 എന്നാണ് വരിക ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ. ഓക്കെ, അവിടെ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ m² മൈനസ് c² അല്ല kc² ഈക്വൽ ടു 0 എന്ന് വരും. m² മൈനസ് kc² ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഇവിടെ m² മൈനസ് k ഈക്വൽ ടു 0, ഇവിടെ m² മൈനസ് kc² ഈക്വൽ ടു 0. ഇതുവരെ കിട്ടിയോ? ഇതുവരെ മനസ്സിലായോ? ഓക്കെ, ഇനി പ്രൂഫ് മുന്നോട്ട് പോകുന്നത് 3 കേസായിട്ടാണ്. അപ്പോൾ ഇത് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ 3 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി പോസിബിൾ സൊല്യൂഷൻ ഓഫ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ? വേവ് ഇക്വേഷൻ്റെ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? അങ്ങനെ എഴുതുമ്പോൾ ഈ 3 സൊല്യൂഷൻ മാത്രം എഴുതിയിരിക്കണം, ആൻസർ മാത്രം എഴുതിയിരിക്കണം കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ചെറിയ ക്വസ്റ്റ്യനാണ്. എസ് എ ക്വസ്റ്റ്യൻ മാത്രമായിട്ടല്ല, അല്ലാതെ ചെറിയ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി പോസിബിൾ സൊല്യൂഷൻ ഓഫ് 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ? വേവ് ഇക്വേഷൻ്റെ
പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എഴുതാൻ പോകുന്നതും നമ്മുടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മനസ്സിലായോ? ഈ ഒരു യൂണിറ്റിൽ നിന്ന് വലിയ ചെറിയ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ്. അതായത് എസ് എ ക്വസ്റ്റ്യൻ്റെ ഉള്ളിലുള്ള ചെറിയ സ്റ്റെപ്പുകളാണ് ഇവിടുത്തെ സ്മോൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ മോഡ്യൂൾ അങ്ങനെയാണ് കേട്ടോ. വലിയ പ്രോബ്ലംസിൽ മാത്രമേ ഉള്ളൂ, ചെറുതില്ല. ചെറുതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസായിട്ട് പഠിക്കുകയാണ്. കേസ് 1, ഒന്നാമത്തെ കേസ്. വെൻ കെ ഈസ് പോസിറ്റീവ്, കെ പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ 3 സ്റ്റെപ്പാണ്. കെ പോസിറ്റീവ് ആകുമ്പോൾ എന്തുണ്ടാവും, കെ നെഗറ്റീവ് ആകുമ്പോൾ എന്തുണ്ടാവും, കെ 0 ആകുമ്പോൾ എന്തുണ്ടാവും, അതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. കെ പോസിറ്റീവ് ആകുമ്പോൾ എന്തുണ്ടാവും നോക്കുകയാണ്. ശ്രദ്ധിക്കുക, കെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിന് കെ പി സ്ക്വയർ എന്നൊരു വാല്യൂ കൊടുത്തു. കെ പി സ്ക്വയർ എന്നൊരു വാല്യൂ കൊടുത്തു. പോസിറ്റീവ് നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ പി സ്ക്വയർ എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക, എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എം സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ ആകും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി എന്ന് വരും. എമ്മിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് പി. മനസ്സിലായോ? അങ്ങനെ 2 ഡിഫറെൻറ്റ് റൂട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണേ, 2 ഡിഫറെൻറ്റ് റൂട്ട് വരുമ്പോൾ സി എഫ് അല്ലെങ്കിൽ എക്സ് കാണാനുള്ള ഇക്വേഷൻ, സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: C1 e raised to px plus C2 e raised to minus px. C1 e raised to px plus C2 e raised to minus px. ഓക്കെ ആണോ? ഇതാണ് ഒന്നാമത്തെ സൊല്യൂഷനിലേക്ക് എത്തുന്നത്. നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ എന്താ വരിക, എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ സി സ്ക്വയർ ഈക്വൽ ടു 0, എം സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയർ, എം ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി സി. 2 റൂട്ട് വരും, പ്ലസ് ഓർ മൈനസ് പി സി, പ്ലസ് പി സിയും മൈനസ് പി സിയും. മനസ്സിലായോ? ഈ ഒരു ഇക്വേഷന് കൊടുക്കുമ്പോൾ അപ്പുറത്തെ സൊല്യൂഷൻ ഇതാണ്. ഇവിടെ ഇ റേസ് ടു പി എക്സിന് പകരം പി സി എന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ C1 C2 എന്ന് കോൺസ്റ്റൻ്റ് ഇവിടെ കൊടുത്തപ്പോൾ ടി ഈക്വൽ ടു C3 ഇ റേസ് ടു പി സി ടി പ്ലസ് C4 ഇ റേസ് ടു മൈനസ് പി സി ടി. ഇതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ. ഓക്കെ ആണോ? ആ, പറഞ്ഞോ പറയടാ. അവരെന്താ പോയല്ലോ? ആ C1 ഇ റേസ് ടു പി, C1 C2 C3 അങ്ങനെ കോൺസ്റ്റൻ്റുകൾ കേട്ടോ. അയ്യോ, അവർ പോയല്ലോ, എന്ത് പറ്റി? ആണല്ലേ? നീ എന്തെന്നെ വിളിച്ചോണ്ടിരിക്കണേ? അല്ല സിറിലെ, നീ ഇപ്പോൾ എന്നെ വിളിച്ചോണ്ടിരിക്കണ എന്താ? എൻ്റെ അതാ നമ്പറുള്ളൂ. അതന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസ് പറയാണ്. സെക്കൻഡ് കേസ്, വെൻ കെ ഈസ് നെഗറ്റീവ് വരുമ്പോഴാ, കെ നെഗറ്റീവ് വരുമ്പോൾ അപ്പോൾ കെക്ക് പി സ്ക്വയർ പകരം മൈനസ് പി സ്ക്വയർ എന്ന് കൊടുക്കും. മൈനസിന് സ്ക്വയർ ചെയ്യണില്ല കേട്ടോ, മൈനസിന് സ്ക്വയറിന് ഇല്ല, മൈനസ് പി സ്ക്വയർ എന്ന് കൊടുക്കുന്നത്. അപ്പോൾ എം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു 0, എം സ്ക്വയർ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ. ഓക്കെ ആണോ? കണക്ഷൻ പോയോ? അതെന്ത് പറ്റി?
അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഈ ഒരു ടോപ്പിക്ക് വന്നത് എന്താ അറിയോ, നമ്മളൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ടോപ്പിക് ഉണ്ടായിരുന്നു കഴിഞ്ഞ സെമ്മിലെ, സെക്കൻഡ് സെമ്മിലെ. അവിടെ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് എമ്മിന് 2 റൂട്ട് കിട്ടും. ആ റൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആൻസർ എഴുതുക. അപ്പോൾ 2 റൂട്ടും ഡിഫറൻ്റ് ആണെങ്കിൽ ഇങ്ങനെയായിരുന്നു സി എഫ് കാണാനുള്ള ഇക്വേഷൻ. ഇങ്ങനെയായിരുന്നേ, സി എഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് C1 e⁻m1x പ്ലസ് C2 e⁻m2x ഇങ്ങനെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് വന്നേക്കണത്. തൽക്കാലം അതൊന്നും നോക്കേണ്ട, ഇത് ബൈഹാർട്ട് ചെയ്തുള്ളത് നടക്കുള്ളൂ. അതുപോലെ കോംപ്ലക്സ് റൂട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഫോമുല ഉണ്ട്, e⁻α(x) C1 cos βx പ്ലസ് C2 sin βx. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ സെമ്മിലെ. അപ്പോൾ അതിൽ നിന്നാണ് ഈ ആൻസറൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്നും നമുക്കറിയാത്തതുകൊണ്ട് തൽക്കാലം അതൊന്നും പഠിക്കുന്നില്ല, അതൊന്നും പറയുന്നുമില്ല, വെറുതെ പറഞ്ഞ് കൊളാക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ ആൻസറാണ് ബൈഹാർട്ട് ചെയ്തുള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഇതിൽ എന്താണ് C1 e⁻px അടുത്തതിൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് തൽക്കാലം നമ്മൾ പഠിക്കുന്നില്ല. വന്നത് ഞാൻ പറഞ്ഞത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെമ്മിൽ നിന്നാണ്. 2 ഡിഫറെൻറ്റ് റൂട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ഫോർമുല. അടുത്ത കോംപ്ലക്സ് റൂട്ട് വരുമ്പോൾ വേറൊരു ഫോർമുല ഉണ്ട്, അതപ്പോൾ ബൈഹാർട്ട് ചെയ്യണേ. കാരണം അതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോയിരിക്കുകയെന്നറിയാം. ഓക്കെ, അപ്പോൾ C1 e⁻px C2 e⁻−px പഠിക്കാൻ എളുപ്പമാണ്. ഹീറ്റിലും ഇത് തന്നെയാണ്, സെയിം തന്നെയാണ് കേട്ടോ. ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇത് തന്നെയാണ്, C1 e⁻px C2 e⁻−px. പക്ഷേ ഹീറ്റിൽ ഇവിടെ ഒരു മാറ്റമുണ്ട്. ഹീറ്റിൽ ഇവിടെ ഇത്രയൊന്നുമില്ല, ഇതൊന്നുമില്ല. ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, C3 അങ്ങനെ പറഞ്ഞൊരു ഒറ്റ ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ എഴുതണ്ട. അപ്പോൾ ഹീറ്റും വേവും സിമ്പിൾ, ഒരെണ്ണം പഠിച്ചാൽ മറ്റേ കിട്ടും കേട്ടോ. വേവ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഹീറ്റ് കിട്ടും. അപ്പോൾ ഈ 2 പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 വളരെ സിമ്പിളായി. ഹീറ്റിൻ്റെ ഇതേപോലത്തെ 2 ഉണ്ട്. ഡിറൈവ് ഹീറ്റ് ഇക്വേഷനും സോൾവ് ഹീറ്റ് ഇക്വേഷനും സിമ്പിളായിട്ട് മനസ്സിലാകും. കാരണം ഇവിടെ ഉള്ളതിൻ്റെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ? പോസിറ്റീവ് ആകുമ്പോഴുള്ള കേസ് ഓക്കെ അല്ലേ? അടുത്ത കെ ഈസ് നെഗറ്റീവ്. കെ നെഗറ്റീവ് ആകുമ്പോൾ എന്താ ഉണ്ടാകും നോക്കുക. രണ്ടാമത്തെ കേസ് കെ നെഗറ്റീവ് ആകുമ്പോൾ സമയം എത്രയും ടൈമോ ഞാൻ വിചാരിച്ച പോലെ നടക്കുന്നില്ല കേട്ടോ. ഞാൻ യൂട്യൂബിൽ നിന്ന് വീഡിയോ പിൻവലിക്കേണ്ടി വരും. ആ കേസ് 2 ആണ്. രണ്ടാമത്തെ കേസ് കെ ഈസ് നെഗറ്റീവ്. അപ്പോൾ -p² എന്ന് കൊടുക്കും. കെയുടെ വാല്യൂ -p² കൊടുക്കുമ്പോൾ, കെയുടെ വാല്യൂ -p² എന്ന് കൊടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ വരിക മറ്റൊരു ഇക്വേഷൻ m² - k = 0 എന്നാണ് അല്ലേ. m² - -p² = 0. ഇതിനെ അങ്ങോട്ട് ചാടിക്കുമ്പോൾ m² = -p². ഇപ്പം m = √-p² ± pi എന്നാണ് വരിക കേട്ടോ. കോംപ്ലക്സ് റൂട്ടാണ് pi. കോംപ്ലക്സ് റൂട്ട് വരുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ്. അതിപ്പോൾ എങ്ങനെ വന്നത് ഞാൻ പറയുന്നില്ല, ഇക്വേഷനെ ബൈഹാർട്ട് ചെയ്തോളൂ. നമ്മൾ C1 C2 C3 C4 വരെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ C5 പറയാം കേട്ടോ. 4 കോൺസ്റ്റൻ്റ് അവിടെ പറഞ്ഞതുകൊണ്ട് C5 cos px + C6 sin px. C5 cos px + C6 sin px. ടെക്സ്റ്റിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ഞാനല്ലെങ്കിൽ C1 C2 എന്ന് തന്നെ പറയാറ് കേട്ടോ. ടെസ്റ്റിൽ C5 C6 എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. അതിപ്പോൾ C1 C2 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തെ സൈഡ് വരുമ്പോൾ m² - k c² = 0 ആണ്. m² - -p² c² = 0. m² = -p² c². m = √-p² c². അത് പറയാൻ വിട്ടുപോയി. റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് വന്നത് കൊണ്ടാണ് i എന്ന് എഴുതണം കേട്ടോ. കേട്ടോ, റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് നമ്പർ വരുമ്പോഴാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ i എന്ന് എഴുതണം കേട്ടോ. ± PCI. അപ്പോൾ ഇവിടെ പിയുടെ സ്ഥാനത്ത് PC എന്ന് വിട്ട് കൊടുത്താൽ മതി, ടി ആക്കാം. അപ്പോൾ ക്യാപിറ്റൽ T = C7 cos PCT + C8 sin PCT. ആദ്യത്തെ 2 e⁻², ഇവിടെ 2 സൈനും കോസും. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? കഴിഞ്ഞ കേസിൽ C1 e⁻px e⁻−px, ഇവിടെ വരുമ്പോൾ e⁻PCT e⁻−PCT. രണ്ടാമത്തെ കേസിലോ
കോസ് പി എക്സ് സൈൻ പി എക്സ്. ഇവിടെയോ കോസ് പി സി ടി സൈൻ പി സി ടി. പഠിക്കാൻ എളുപ്പമാണ്, മനസ്സിലായി, കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. ഒരെണ്ണം പി എക്സ്, ഒരെണ്ണം പി സി ടി, കേട്ടോ. ഇ റേസ് ടു പി എക്സ്, ഇ റേസ് ടു മൈനസ് പി എക്സ്, ഇ റേസ് ടു പി സി ടി, ഇ റേസ് ടു മൈനസ് പി സി ടി. ഇവിടെ വരുമ്പോഴോ കോസ് പി എക്സ് സൈൻ പി എക്സ്. ഓക്കെ, കോസ് പി സി ടി സൈൻ പി സി ടി. ഓക്കെ അല്ലേടാ? യെസ്, ലാസ്റ്റ് കേസ് കേസ് 3 k = 0. ഓക്കെ, ആരാണ് ഈ പുലി? ആൻസർ പറഞ്ഞ പുലി ആരാ? അസ്ലാമാണോ? ഓക്കെ ഓക്കെ. ആ, വെൻ k = 0 കേട്ടോ. മൂന്നാമത്തെ കേസ് kക്ക് 0 കൊടുക്കുകയാണേ. അപ്പോൾ m² - 0 = 0. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 0,0 എന്നാണ്. ഇവിടെ അവിടെ എം വരുമ്പോൾ m² - 0 = 0. അവിടെ എമ്മിൻ്റെ വാല്യൂ 0,0 ആണ് കേട്ടോ. രണ്ട് സ്ഥലത്തും 0,0 ആണ്. അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഏതുവരെ എത്തി? ഇങ്ങനെ കോൺസ്റ്റൻ്റ് C8 വരെ എത്തിയിട്ടുണ്ട് അല്ലേ? C9x + C10 ഇങ്ങനെ എഴുതണം കേട്ടോ. C9x + C10. അടുത്തത് ടിയുടെ വാല്യൂ C11t + C12. ഇതാണ് ലാസ്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, C9x + C10. അടുത്തത് C11t + C12. പറഞ്ഞോട്ടെ, താഴെ എഴുതാണ് therefore. കഴിഞ്ഞോട്ടെ, ഇത് മൂന്നും കൂടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസറായി. therefore the solution of wave equation is നമ്മൾ തുടക്കം എവിടെയായിരുന്നു ഓർമ്മയുണ്ടോ? വല്ലതും നമ്മൾ എവിടെ നിന്നോ തുടങ്ങിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? വേരിയബിൾ സെപ്പറബിൾ തുടക്കം എന്തായിരുന്നു? സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് എന്തായിരുന്നു? ലെറ്റ് y = x × t be the solution എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. അതിലെ എക്സും ടിയുമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചത്. മനസ്സിലായോ? എക്സ് ടി ഇൻറ്റു ഇസ് ദി സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഒറിജിനൽ സൊല്യൂഷൻ. അതിൽ എക്സ് എന്താണ്, ടി എന്താണെന്നാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്. അതൊന്ന് പ്രോഡക്റ്റ് ചെയ്ത ആൻസറായി. അപ്പോൾ ഞാൻ പറഞ്ഞ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, 3 മാർക്കോ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഇനി പറയുന്ന സെൻറ്റൻസ് മാത്രം എഴുതിച്ചാൽ മതി. സൊല്യൂഷൻ ഈസ് വൈക്ക് ഞാൻ ഒന്നാമത്തെ കേസ് പറയണേ. കേസ് 1 y of x, t = എക്സും ടിയും. കേസ് 1 എക്സും ടിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് എന്തായിരുന്നു? C1e⁻px + C2e⁻−px. അത് ബ്രാക്കറ്റ് ഇടുക. ഇൻറ്റു C3e⁻pct + C4e⁻−pct. മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു കേട്ടോ. അതാണ് ഒന്നാമത്തെ സൊല്യൂഷൻ, കേസ് 2. അപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതാണ് എഴുതേണ്ടത് കേട്ടോ. കേസ് 2 അടുത്ത രണ്ടാൾക്കാരും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കേസ് 2 കണ്ടുപിടിച്ച രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുക. C1 cos px + C2 sin px ഇൻറ്റു C3 cos pct + C4 sin pct. ഓക്കെ, അടുത്ത കേസ് 4 അല്ല, ഇത് കേസ് 2 സോറി, കേസ് 3 മൂന്നാമത്തെ കേസ്. ഇപ്പോൾ ലാസ്റ്റ് y of x, t = കേട്ടില്ല. C5 ആണ്. സോറി C5, C6, C7, C8 കേട്ടോ. അടുത്തത് C9t + C10 ഇൻറ്റു
C11T+C12 കേട്ടോ. ഇതാണ് പോസിബിൾ സൊല്യൂഷൻ ഓഫ് വേവിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. മനസ്സിലായോ? അപ്പോൾ 2 essay ക്വസ്റ്റ്യനാണ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് എടുത്ത് തീർത്തിട്ടാ. 1 മണിക്കൂറല്ല, അതിലും കൂടുതലായി അല്ലേ? 8 മണിക്ക് തുടങ്ങിയല്ലേ? 8:30 തുടങ്ങിയതാ. 10 മണി, 1.5 മണിക്കൂറായി. 1.5 അല്ല, 2 മണിക്കൂറാവാറായിട്ടാ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് വേവിക്കേഷനും ഹീറ്റിക്കേഷൻ്റെയും ഡെറിവേഷനും സൊല്യൂഷനും. സോറി, ഇതേപോലെ ഹീറ്റിൻ്റെ ഡെറിവേഷനും പഠിക്കണം, ഹീറ്റിൻ്റെ സൊല്യൂഷനും പഠിക്കണം കേട്ടോ. മനസ്സിലായോ? എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്റർ പിള്ളേർക്ക് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇത് എടുത്തത് കേട്ടോ. പണ്ടത് സെക്കൻഡ് സെമ്മിൻ്റെ കൂടെ ആയിരുന്നു ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ അവർക്ക് ഡെറിവേഷനൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ കേട്ടോ. യെസ്, അപ്പോൾ അതൊക്കെയാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞാൻ ഈ ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു എക്സാം ഉണ്ട്. ഞാൻ MBA ഡിസ്റ്റൻ്റായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ചുമ്മാ ഒരു പേരിനെ രജിസ്റ്റർ ചെയ്താൽ വെറുതെ നേരം പോക്കിന് വേണ്ടി ചെയ്താൽ, നേരം പോക്കിനല്ല, വെറുതെ ഇരിക്കും, എന്തായാലും വെറുതെ അല്ലേന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ എക്സാം അവരിപ്പം നടത്തുന്നു, ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇനി വൈകിട്ടായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ നോട്ട് ഇപ്പോൾ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. മറ്റേത് ഡെറിവേഷൻ്റെ ആ നോട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് അതൊന്ന് എഴുതി പഠിക്കുക. ഇത് രണ്ടും ഇപ്പോൾ തന്നെ പഠിച്ചു പോയി. ഇനി സമയമില്ല, ബുധനാഴ്ചയാണ് എക്സാം. ഇന്നിപ്പോൾ ഇത്രയും ശനിയാഴ്ചയായി, അധികമൊന്നുമില്ല. അപ്പോൾ ഈ 2 ഡെറിവേഷൻ ഇപ്പോൾ തന്നെ എഴുതി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇതിൽ തേർഡ് മോഡ്യൂളിലെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അനലിറ്റിക് ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ലിങ്ക് അയച്ചു തരാം, അത് നിങ്ങളിരുന്ന് കാണണേ. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ്, കാരണം ലൈവ് ക്ലാസ് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വലിയ ബോറിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ചെയ്യേണ്ടത്, ഞാൻ ആ ലിങ്ക് അത് മാത്രം എടുത്ത് അയച്ചു തരാം. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അതിലൊരു 6 പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് അനലിറ്റിക് ഫംഗ്ഷൻ്റെ 6 പ്രോപ്പർട്ടി അത് പഠിക്കണേ. അത് പഠിച്ചാൽ മാത്രം പോരാ, അത് നോട്ടിൽ എഴുതി വയ്ക്കും വേണേ. വീഡിയോ കണ്ടുകൊണ്ട് മാത്രം ജയിക്കുന്നില്ല. ഓക്കെ, ചുമ്മാ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അതായത് അത് നോട്ടിൽ എഴുതി പഠിച്ചവരെ പാസ്സാവുള്ളൂ. അല്ലാണ്ട് ചുമ്മാ വീഡിയോ ഇരുന്നിട്ട് 100 പ്രാവശ്യം വീഡിയോ കണ്ടാലും അതൊരിക്കലും എഴുതാൻ പറ്റില്ല പേപ്പറിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ വീഡിയോ കണ്ടിട്ട് അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ആ 6 പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. അപ്പോൾ അതൊന്ന് എഴുതിയെടുക്കുക. ഞാൻ ലിങ്ക് അയച്ചു തരാം. അത് എഴുതി സമയം കിട്ടുകയാണെങ്കിൽ, വീണ്ടും വെറുതെ ഇരിക്കുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ, എന്താ പറയുക, ബോറടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? കൺഫോമൽ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പിങ്ങിന് കുറച്ച് സ്റ്റാൻഡേർഡ് ടോപ്പിക്ക് നിങ്ങളുടെ സിലബസിൽ പറയുന്നുണ്ട്. ആ മാപ്പിങ്ങിൻ്റെ കുറച്ച് തിയറിയാണ്, അതും തിയറി തന്നെയാണ്. ആ മാപ്പിങ്ങിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതും അയച്ചു തരാം, അതും പഠിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ വൈകിട്ട് നമ്മളേക്ക് വിളിക്കാം. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും വിളിക്കാം കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ ആ